എന്താണ് സുവിശേഷ ഭാഗ്യം? എന്തുകൊണ്ടാണ് ഇവയെ അപ്രകാരം പറയുന്നത്? സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മത്തായിയുടെ സുവിശേഷത്തിന്റെ 5 മുതൽ 8 വരെ അധ്യായങ്ങള് ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഈശോ ഒരു മലയിൽ കയറി ഇരുന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. മോശ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചതുപോലെ പുതിയ നിയമത്തിന്റെ മോശയായി ഈശോ മലമുകളിലിരുന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നതായിട്ടാണ് മത്തായി സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. ഈശോ ആ പ്രഭാഷണം തുടങ്ങുമ്പോൾ 8 ഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നു. അതാണ് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, എല്ലാത്തരം അവമാനങ്ങളും എന്നെ പ്രതി സ്വീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ ഈശോ ഭാഗ്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ ഈശോ പറഞ്ഞ 8 ഭാഗ്യങ്ങളെയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അഥവാ അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ വിളിക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗ്യങ്ങളൊക്കെയും ആത്യന്തികമായി സാധാരണ ചിന്താഗതിയിൽ നിന്ന് തുലവും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇപ്പൊ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യത്തെ ഒരിക്കലും നമുക്ക് ഭാഗ്യമായിട്ട് കരുതാൻ പറ്റിയല്ല, അല്ലേ? തിന്നാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥ, മരുന്ന് മേടിക്കാൻ കാശില്ലാത്ത അവസ്ഥ, തുണി ഉടുക്കാനുള്ള മേടിക്കാനുള്ള കാശില്ലാത്ത അവസ്ഥ, അതല്ല എങ്കിൽ നന്നായി പഠിക്കാൻ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളുടെ അവസ്ഥ, ഇതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ഗതികേടുകളാണ്. ഈ ഗതികേടിനെ നോക്കിയാണ് ഈശോ പറയുന്നത് നിങ്ങൾ ഭാഗ്യവാൻ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഈ ഭൗമിക സമ്പത്തിൻ്റെ പിന്നാലെ വ്യഗ്രതപ്പെട്ട് നടക്കുന്നവന് ദൈവരാജ്യം സ്വന്തമാക്കാനാവില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും മറ്റ് ഭൗതിക നേട്ടങ്ങളുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പൊരുളാണത്. ദൈവരാജ്യം പരമപ്രധാനം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ എന്നാണ്. നമ്മൾ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയോടൊത്താണ്. അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റും. എല്ലാത്തരം ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായി ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. നിങ്ങൾക്ക് മുൻപേ വന്ന പ്രവാചകന്മാരോടും അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാണ് ഈശോ അഷ്ടസൗഭാഗ്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശോയുടെ തിരുനാമത്തെ പ്രതി നാം അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, പരിത്യക്താവസ്ഥകൾ, അവയൊക്കെയും ഭാഗ്യപ്പെട്ടതാണ്. അത് നമ്മൾ സഭയുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ 12 അപ്പസ്തോലന്മാർ എത്രയോ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെട്ടത്. പത്രോസ് ശ്ലീഹായെ തല കീഴാക്കി കുരിശെ തറച്ചു കൊന്നു. പൗലോസ് അപ്പസ്തോലന്റെ കഴുത്ത് വെട്ടിയെടുത്തു. അന്ത്രയോസ് ശ്ലീഹായെ വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചു കൊന്നു. നമ്മൾ അപ്പസ്തോലന്മാർ ഓരോരുത്തരുടെയും ചരിത്രം എടുത്താൽ മനസ്സിലാകും, അവർ ക്രൂരമായി കൊല്ലപ്പെട്ടവരാണ്. തോമാസ് ശ്ലീഹ ഇന്ത്യയിൽ വന്നു കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചു. വാസ്തവത്തിൽ അവരുടെയൊക്കെ ജീവിതം അവിടെ കൊണ്ട് തീർന്നു പോകേണ്ടതായിരുന്നു. പക്ഷെ അവരങ്ങനെ മരിച്ച് മണ്ണടിഞ്ഞ് ഇല്ലാതായി പോയവരല്ല. അവരെല്ലാം അത്ഭുതകരമായി തിരിച്ചു വന്നു. എങ്ങനെയാ തിരിച്ചു വന്നത്? അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തെ പിന്നീട് ലോകം അംഗീകരിച്ചു. ഈ ഭാരത മണ്ണിൽ ദൈവരാജ്യം വളരാൻ തുടങ്ങിയത് തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിലൂടെയാണ്. ഓരോ നാട്ടിലും ഈശോയുടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടത് അപ്പസ്തോലന്മാരുടെ ചോര മണ്ണിൽ വീണപ്പോഴായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് വേദനിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് ഈശോ പറയുമ്പോൾ, പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ,
ശരിക്കും വേദനിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരായിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് തിരുസഭ നമുക്ക് ചരിത്രത്തിലൂടെ ഈ ധീര രക്തസാക്ഷികളുടെ കഥ പറഞ്ഞു തന്നുകൊണ്ട് പഠിപ്പിക്കുന്നു.